ഇന്ന് മെഡിക്കൽ കോളേജിൽ 70% മുസ്ലിം പെൺകുട്ടികളാണ്. അപ്പോൾ അതിൽ വിചിത്രം എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങൾ എന്താ ചെയ്യണത്? അവരത് യൂസ്ലെസ്സുകളായിട്ട് അങ്ങോട്ടും കിടക്കാമെന്നല്ലാതെ ഈ പെൺകുട്ടികൾക്ക് പിന്നെ വേറെ സംഭവമുണ്ട്. ഈ പെൺകുട്ടികളെ ഞാൻ മനസ്സിലാക്കി കൊടുത്തത് അവർ ഈ ബുദ്ധിയെ വല്ലാതെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധിനെ കാരണം അവർ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരെ അവർ ആരാധിക്കുന്നു. ശരിയല്ലേ? ആണുങ്ങൾ സൗന്ദര്യത്തെ ആരാധിക്കുന്നു. വെച്ചാൽ ബേസിക്കലി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പാട്രിയാർക്കലാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. NDS അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് സമുദായത്തിൽ ഈ വിദ്യാഭ്യാസപരമായിട്ട് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. ഇങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അത് വിചിത്രമാണ് അത് സംഭവം. അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. ആദ്യം വിമൻസ് കോളേജുകളൊക്കെ, മമ്പാട് കോളേജ് തുടങ്ങുമ്പോൾ ആകെ 2 മുസ്ലിം പെൺകുട്ടികളോട്. ഇന്ന് മെഡിക്കൽ കോളേജിൽ 70% മുസ്ലിം പെൺകുട്ടികളാണ്. അപ്പോൾ അതിൽ വിചിത്രം എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങൾ എന്താ ചെയ്യണത്? അവരത് യൂസ്ലെസ്സുകളായിട്ട് അങ്ങോട്ടും കിടക്കാമെന്നല്ലാതെ ഒരു സൊസൈറ്റിയിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണേ. ഇപ്പം നമ്മൾ അപ്പുറത്തെ ഭാഗം പറഞ്ഞപ്പോൾ അത് ഇംബാലൻസാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇംബാലൻസാണ്. എല്ലാ ആർട്സ് കോളേജിലും, മെഡിക്കൽ കോളേജിൽ, ഡെൻ്റൽ കോളേജിൽ എല്ലാം പെൺകുട്ടികളാണ്. അപ്പോൾ അത് വലിയൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്, ഈ പെൺകുട്ടികൾ ഇവർ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യമില്ല. ശരിയല്ലേ? അത് വലിയൊരു ക്ഷീണം ഉണ്ടാക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു കാര്യപ്പെട്ടൊരു വിഷയത്തിന് വേണ്ടിയിട്ടുള്ളൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എത്രയോ പ്രശ്നങ്ങളാണ്. എമർജൻസി ഉണ്ടല്ലോ ആ കാലത്ത്. അപ്പോൾ രാജനൊക്കെ അന്ന് ഞങ്ങൾ കലക്കി മെഡിക്കൽ പഠിക്കുമ്പോഴാണ് രാജൻ ഇഷ്യൂ ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അതേമാതിരി എമർജൻസിക്ക് ഞാൻ പട്നയിലായിരുന്നപ്പോഴാണ് നമ്മുടെ ജയപ്രകാശ് നാരായണൻ്റെ ഇത് വരുന്നത്. എന്താണ് പറയണത്? നമ്മുടെ സമ്പൂർണ്ണ ക്രാന്തി, ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആ കോളേജസ് 1.5 കൊല്ലം അടച്ചിട്ട് കോളേജസ്. ഇപ്പോൾ അതേമാതിരി തന്നെ ചിമൻഭായ് പട്ടേലിനെതിരായിട്ട് ഗുജറാത്തിൽ, PC സെട്ടിക്കെതിരായിട്ട് മധ്യപ്രദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ്. അപ്പോൾ ആ ഒരു സംഭവമൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ ഞാൻ എന്നൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. 32 മെഡിക്കൽ കോളേജ് ഇവിടെ കൊടുത്തു. ആർക്കൊക്കെ കൊടുത്ത് അറിയാലോ? നമുക്ക് ആർക്കൊക്കെ കൊടുത്തതെന്നുള്ള ഒരു കുട്ടി മിണ്ടിയോ? ഇതിന് പകരമായിട്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ ടോണിയുടെ അവിടെ ഒരു PG സീറ്റ് കൊടുത്തു. ടോണി ഫെർണാണ്ടസ് അങ്കമാലിയിൽ ഒരു ഡിപ്ലോമ ഇൻ ഒഫ്തൽമോളജി. ഭയങ്കര സമരം, 2 മാസം സമരം. അതേമാതിരി MBBS ഹോമിയോ എന്ന് പറഞ്ഞിട്ട് കോഴ്സ് കൊടുത്ത് കരുണാൻ. അന്നേരം മെഡിക്കൽ കോളേജിൽ ആണ് അത് സെറ്റപ്പ് ചെയ്തത്. അത് പിൻവലിപ്പിച്ച് കരുണാനെ കൊണ്ട് സമരം ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഇവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് പോയിൻറ്റ്. മൂന്നാമത്തെ ഒരു വലിയൊരു പോയിൻ്റ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് അവർക്ക് യോജിച്ച പുതിയപ്പിള്ളേരെ കിട്ടണ്ടേ? അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരാഗ്രഹിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ MBBSകാർ ആഗ്രഹിക്കുന്നത് MDക്കാരെ കല്യാണം കഴിക്കുക. കുട്ടികളോ ഉദാഹരണമായിട്ട് ഈ MDക്കാരൻ പോയിട്ട് BAക്കാരനെ കിട്ടാനില്ല. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ, സോഷ്യലായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അത് കൂടുതൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുണ്ടാവുക. എന്താ വെച്ചാൽ ബേസിക്കലി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പാട്രിയാർക്കലാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഇംബാലൻസുകൾ വരുമ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റീനെ അത് വലുതായിട്ട് ബാധിക്കില്ല. അതിന് ഞാൻ തമാശയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പകുതി ദൈവങ്ങൾ തന്നെ പെണ്ണുങ്ങളാണല്ലോ. പിടിയിട്ടില്ലേ? ദൈവങ്ങൾ പെണ്ണുങ്ങളല്ലേ? അത് ഞങ്ങളൊന്നുമില്ല. ഞങ്ങളിൽ ഇപ്പോൾ ആണോ അല്ല പെണ്ണോ അല്ല, ഒന്നുമല്ലാത്ത മട്ടിലാണ് കിടക്കുന്നത്. സ്ത്രീകൾ ഇപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ തന്നെ മുഴുവൻ ദേവി ക്ഷേത്രങ്ങളാണ്. ദുർഗയുടെ ക്ഷേത്രം ബംഗാളിൽ, അതുമാതിരി ഓരോ സ്റ്റേറ്റിൽ പോയാലും നമ്മൾ കാണും. അതുമാതിരി മാരിയമ്മ അല്ലെങ്കിൽ പോച്ചമ്മ ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ഈ ഹിന്ദു കമ്മ്യൂണിറ്റീനെ അത് എൻ്റെ അഭിപ്രായത്തിൽ അത്ര ബാധിക്കില്ല. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി തീരും എന്നുള്ള കാര്യം. ശരിയത്ത് വിവാദമൊക്കെ നമുക്കറിയാമല്ലോ അതിൻ്റെ ഇതൊക്കെ. അപ്പോൾ ആ നിലക്ക് ഞാനിതിനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് അതിന് വേറെ കണക്ക് നമ്മൾ പറയണത് ഡിവോഴ്സിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. എത്രയോ ഇരട്ടിയായില്ലേ കഴിഞ്ഞ 10 കൊല്ലത്തിൽ? എന്തുകൊണ്ടാണ് ഡിവോഴ്സ് റേറ്റ് കൂടുന്നത്?
അത് ഈ കമ്പാറ്റബിലിറ്റി പ്രശ്നമാണ്. പിന്നീട് ഈ പെൺകുട്ടികൾക്ക് പിന്നെ വേറെ സംഭവമുണ്ട്. ഈ പെൺകുട്ടികളെ ഞാൻ മനസ്സിലാക്കി കൊടുത്തത് അവർ ഈ ബുദ്ധിയെ വല്ലാതെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധിനെ, കാരണം അവർ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരെ അവർ ആരാധിക്കുന്നു. ശരിയല്ലേ? ആണുങ്ങൾ സൗന്ദര്യത്തെ ആരാധിക്കുന്നു. ബുദ്ധിയൊന്നും വേണ്ട, സൗന്ദര്യം ഉണ്ടാച്ചാൽ മതി എന്ന് തിരിച്ചാണ് സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവും. അതെങ്ങനെ ഇത് സൊസൈറ്റി അത് കൈകാര്യം ചെയ്യുമെന്നുള്ളത് വേറൊരു വിഷയമാണ്. വിഷയമുണ്ടാവും. ഇതിൻ്റെ പ്രശ്നം കുറച്ചു കാലം മുമ്പ്, ഈ 50 വർഷം മുമ്പ് സ്ത്രീകൾ പഠിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രശാന്ത് ടീമേറ്റൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടല്ലോ. അവർ സ്റ്റേജിൽ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് MES പോലെ സ്ഥാപനം ഉണ്ടായി വരുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളായിരുന്നു ഉണ്ടായിരുന്നത്? ഏറ്റവും വലിയ പ്രതിസന്ധിയല്ലേ നമ്മൾ ആ മുഖംമൂടി നിരോധിച്ചത്. നക്കാബ് നിരോധിച്ചില്ലേ? ഞങ്ങൾ നിരോധിച്ചല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നക്കാബ് ഇട്ടിട്ടൊന്നും ആരെയും സമ്മതിക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല. അത് ശരിക്കും എന്താണ്ടായിരുന്നു, ഒരു കുട്ടി MBBS ചേരാൻ വന്നു. അപ്പോൾ അത് ഈ മുഖംമൂടി ധരിച്ച് വന്നു. അപ്പോൾ ഓൾറെഡി അഡ്മിറ്റ് ചെയ്തു പോയി. ഗവൺമെൻറ്റാണല്ലോ അഡ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ അറിയാലോ, NRI സീറ്റിലൊരു കുട്ടി വന്നു. അത് ഇപ്പോൾ NRI എന്ന് വിചാരിക്കാൻ നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഇത് മറ്റേ എൻട്രൻസ് കമ്മീഷണർ അടുത്ത് വന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യില്ല. അങ്ങനെ മാറ്റർ റെഫർ ചെയ്ത് തിരിച്ച് എൻട്രൻസ് കമ്മീഷണർ. അപ്പോൾ നമ്മൾ ഭയങ്കര രക്ഷപ്പെട്ടിരുന്നു. അതെന്ന് വെച്ചാൽ അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതുമാതിരി ഈ നഖബ് ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ കോടതിയിൽ പോയിട്ടൊരിത് വാങ്ങിച്ചു. മാനേജ്മെൻറ്റിന് അതിനുള്ള റൈറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രോസ്പെക്ടസിൽ ഭാഗ്യത്തിന് അത് എഴുതിയിട്ടില്ലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് കാണിച്ചു കൊടുത്തായിരിക്കും എൻട്രൻസ് കമ്മീഷണർക്ക്. അപ്പോൾ അത് പുള്ളി അഗ്രി ചെയ്തു. അത് ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ എന്ത് പറ്റിപ്പോയി വെച്ചാൽ ലാസ്റ്റ് സ്റ്റുഡൻറ്റാണ്, പിന്നെ സ്റ്റുഡൻ്റ് ഇല്ല. ആ പൈസ കംപ്ലീറ്റ് പോയി. എന്നാലും നമ്മൾ തീരുമാനിച്ച പൈസ പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. അതിലൊന്നും ഒരു കാര്യമില്ല. അത് ഒന്നാമത് തന്നെ ഇതൊരു ക്ലേർജിയെ പ്രശാന്ത് ഇടക്കിടയ്ക്ക് ക്ലേർജീനെയൊക്കെ കാണും. ആ സാധനം ഇല്ല. ക്ലർജി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഒരു ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു സെറ്റപ്പ്. അതിൽ ഏറ്റവും മുകളിൽ പോപ്പ്, പിന്നെ കർദിനാൾമാർ, ബിഷപ്പ്മാർ, അങ്ങനെ. പിന്നെ സ്വത്തുക്കൾ അവരുടെ കയ്യിൽ. സ്വത്ത് എന്ന് പറഞ്ഞില്ല, വിദ്യാഭ്യാസ സ്ഥാപനം. ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിമുകളുടെ ഇടയിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഒന്ന്. പിന്നെ ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും ഈ മാമോദീസ മുക്കലും അല്ലെങ്കിൽ മരണാനന്ദ തെമ്മാടിക്കുഴിയും അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ, എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും എല്ലാ പള്ളിയിലും പോകുന്നുണ്ടല്ലോ. ഏത് പള്ളിയിലും നമുക്ക് പോകാമല്ലോ. എന്തിനാ പ്രശാന്തിന് പള്ളിയിൽ പോകാമല്ലോ. അതറിയില്ല പ്രശാന്ത്? അത് നിങ്ങൾക്ക് പോവാം. ഇസ്ലാമിലെ എല്ലാവർക്കും പള്ളിയിൽ പോവാം, നോൺ മുസ്ലിമിനും പള്ളിയിൽ പോവാം. ഒരു പ്രശ്നമല്ല. അത് അവർക്ക് പോവാം. അതിൻ്റെ റൈറ്റ്സ് അവർ ഒബ്സർവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പോണതിനെ കൊണ്ടും ഒരു ഇഷ്യൂ അല്ല അത്. നിസ്കരിക്കാനല്ല, വെറുതെ കയറി പോകാമല്ലോ. അവിടെ കുത്തുബ കേൾക്കാൻ പോകാമല്ലോ. നിസ്കരിക്കണമെന്നില്ല. കുത്തുബ എന്ന് പറയാം, അറിയാമല്ലോ നമുക്ക്. മനസ്സിലായി? അത് അവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിരിക്കുക. എൻ്റെ PA ഉണ്ട്, ആ ചങ്ങായിയുടെ പേര് രാംദാസ് എന്നാണ്. മൂപ്പരാണ് ആദ്യം അവിടെ പോയിട്ടൊക്കെ സെറ്റപ്പ് ആക്കുക. ഞാൻ പറഞ്ഞത് ഞാൻ ലാസ്റ്റിലേ വരുള്ളൂ, കാരണം ഈ പേഷ്യൻസിനെ കണ്ടിട്ട് വരണം. പുള്ളി അവിടെ പോയിരുന്നപ്പോൾ ഞാൻ തമാശ രാംദാസ്, നിൻ്റെ കാര്യം ഉറപ്പാണ്. എനിക്ക് രാമൻ്റെ സപ്പോർട്ടുണ്ട്, ഇപ്പോൾ അള്ളായുടെ സപ്പോർട്ടുണ്ട്. ഇഷ്യൂ വരുമ്പോഴും അതിന് വേണ്ടി വാദിക്കുന്നവരുടെ ഒരു ആർഗ്യുമെന്റ് അത് അവരുടെ ചോയ്സ് ആണെന്നുള്ളതാണ്. നോ ചോയ്സ്, ബിക്കോസ് ഐ ഷുഡ് നോ ഹൂ ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. വി ഡോണ്ട് നോ വെദർ യുവർ മനസ്സിലായത് മറ്റേ എന്താണ് നമ്മൾ പറയുക, തീവ്രവാദിയോ മനസ്സിലായില്ല ആണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മുന്നിൽ ഇരുന്നിട്ട് മുഖം മൂടി ധരിച്ചു വന്നാൽ നമുക്ക് എങ്ങനെ ആണാണോ പെണ്ണാണോ നിങ്ങൾ ആരാണെന്നുള്ളത്. ഇറ്റ് ഈസ് അവർ റൈറ്റ് ഓൾസോ ടു നോ ഹൂ ഈസ് സിറ്റിംഗ് അലോങ് വിത്ത് അസ്. ഇത് കാരണം പ്രശ്നം തരാം. കോളേജിൽ മാത്രമല്ലല്ലോ, നടക്കുന്നിടത്തൊക്കെ ഉണ്ടല്ലോ ഇത്. അപ്പോൾ അത് ഇറ്റ് ഈസ് അവർ റൈറ്റ് ഓൾസോ ടു നോ ഹൂ ദാറ്റ് പേഴ്സൺ ഇസ്. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല പ്രശ്നം ഒന്നറിയോ, സംബടി ആരെങ്കിലും ഒരാളെ കിഡ്നാപ്പ് ഒരാളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ ഇതിട്ട് വന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും?
അതൊന്നും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ ഉറച്ച ആറ്റിറ്റ്യൂഡ് തന്നെ ആയാലും മാറണില്ല. ഈ അത് മുഖം മറക്കുന്ന കാര്യത്തിലാണല്ലോ ഈ തട്ടം എന്ന് പറയുന്ന ഹിജാബ്. തട്ടത്തിന് നമ്മളെതിരല്ല. എന്നറിയോ, നിങ്ങളിപ്പോൾ രാജസ്ഥാനിലെ ഇലക്ഷൻ നോക്കൂ, അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടില്ലേ? അതിൽ ഒരുപിടി ഒട്ടുമുക്കാൽ കാൻഡിഡേറ്റും തട്ടമിടുന്നുണ്ട്. എന്നറിയോ, രാജ്പുട്ട്, ജാട്ട്, മറാഠ, ഇവരെല്ലാവരും തട്ടമിടുന്ന സ്ത്രീകൾ. എന്തിനാ പറഞ്ഞത്, നമ്മുടെ SGPC ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി, സിഖുകാരുടെ, നിങ്ങൾ ആ സിഖ് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, അവരെല്ലാം തലയിൽ തട്ടിട്ടിട്ട്. അപ്പോൾ തലയിൽ തട്ടിടുന്നത് ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഉള്ളതാണ്, അല്ല ഇവിടെ മാത്രമൊന്നുമല്ല. ഇന്ദിരാഗാന്ധി തലയിൽ തട്ടിടും, നമ്മുടെ പ്രതിഭ പട്ടേലിനെ കണ്ടില്ല, 30 എപ്പോഴും തലയിൽ തട്ടിവിടാതെ. അതാ ഒരു മറാഠയാണ്. അപ്പോൾ ആ മറാഠ ഇനി അതിൽ വേറൊരു ഇതും കൂടെ പറഞ്ഞുതരാം. ഈ ലോവർ കാസ്റ്റുകൾ ഇടൂല, അപ്പർ കാസ്റ്റാണ് ഇടുന്നത്. ലോവർ കാസ്റ്റുകൾ വളരെ കുറവാണ് ഇടുന്നത്, അപ്പർ കാസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ അത് അവരൊരു റോയാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു അരിസ്റ്റോക്രസിയുടെ ഭാഗമായിട്ട് അവരിടുന്നു. ഇന്നലെ ഞാൻ ഫോട്ടോ കണ്ടപ്പം മുഖം ഫുള്ളി മറച്ചിട്ടാണ് ഇലക്ഷന് ക്യൂവിൽ വെക്കുന്നു, നമ്മുടെ ഇന്നലത്തെ രാജസ്ഥാനൊക്കെ ഇലക്ഷനിൽ. അപ്പോൾ അത് ഒന്നും സ്വീകാര്യമല്ല, അതിൽ വേറെ ഒത്തുറപ്പില്ല. നിക്കാബിന്റെ പേരിൽ താങ്കൾ ഈ ഒരു വ്യത്യസ്ത സ്റ്റാൻഡ് എടുത്തു. താങ്കൾ പറഞ്ഞ അതാണ് ഒറിജിനൽ സ്റ്റാൻഡ്. അത് കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം അനാവശ്യമായൊരു ഇഷ്യൂ ഡോക്ടർ ഫസൽ ഗഫൂർ ക്രിയേറ്റ് ചെയ്തതായിരുന്നു സമസ്ത പറഞ്ഞത്, ഈവൻ ലീഗ് പറഞ്ഞത്. പലരും ഇങ്ങനത്തെ ഒരു വിഷയം അനാവശ്യ ഇഷ്യൂ അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലവിടെ വന്ന് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ അനാവശ്യ ഇഷ്യൂ ആണോ? ഞാൻ വെറുതെ പറഞ്ഞല്ലോ, അവിടെ സ്റ്റുഡൻറ്റ് വന്ന് ജോയിൻ ചെയ്തല്ലോ. ആ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ബാഡ് ഇംപ്രഷൻ ഫോർ എവരിബഡി. നാളെ ഞങ്ങൾക്കൊരു എക്സ്റ്റേണലായിട്ട് ഒരാൾ വരുന്ന വിചാരിച്ചു, എക്സ്റ്റേണൽ എക്സാമിനർ, അയാൾ ചോദിക്കണം ഇതാരാന്ന് ചോദിച്ചാൽ നമ്മൾ വിട്ടോ. വാട്ട് ഈസ് എ ഗ്യാരണ്ടി ആ പേഴ്സൺ തന്നെയാണ് പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്? ലോട്ട് ഓഫ് ഇഷ്യൂസ് ആർ ദെയർ അതിൽ. അല്ല, അത് മാത്രമല്ല അങ്ങനെ ഇസ്ലാമിലില്ല. കാരണം ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റേഴ്സ് അവരില്ലല്ലോ. പാകിസ്ഥാൻ്റെ ബംഗ്ലാദേശിലെ ഖാലിദാസിയെയും ഹസീന വാജിദ് രണ്ടുപേരും ഇടുന്നില്ല. ഇന്തോനേഷ്യയിലെ മേഘാവതി സുകർണപുത്രി ഇടുന്നില്ല. നമ്മുടെ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ രാജ്യങ്ങളുടെ പോട്ടെ. ടർക്കിയിൽ പിന്നെ ട്രാൻസിസ്റ്റർ ആ കാലത്ത് പിന്നെ വേറെ വലിയൊരു ആംഗിളിലാണ് ടർക്കി, അറിയാലോ, അന്ന്, ഇപ്പോഴല്ല. അപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലല്ലോ ഇത് ഈ അടുത്ത കാലത്ത്. ശരി, ഓക്കെ, ഞാനൊന്ന് പറഞ്ഞത് നോക്കണ്ടേ, ഞാനിതിനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. നിങ്ങളുടെ ഗ്രാൻഡ് മദറും അതിൻ്റെ ഗ്രാൻഡ് മദർക്ക് ഇത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. ഇതില്ലല്ലോ. നിങ്ങൾ പഴയ സിനിമ M കൃഷ്ണനായരുടെ സിനിമകളൊക്കെ പോയി കണ്ടു നോക്കിയാൽ, മണിത്താലിയും കുട്ടിക്കുപ്പായവും, അതിലൊന്നും ഇതല്ലല്ലോ ഇടുന്നത്. ഈ സാധനമില്ല. 90കളിൽ അതായത് there are 3 evils which are facing us. One is Aryanization. ഓൾറെഡി ഞാൻ അതിനെ പറ്റിയിട്ടുള്ള സോഫ്റ്റ് കമൻറ്റ് പറഞ്ഞു. നമ്പർ 2 അറബൈസേഷൻ, അറബ് കൾച്ചറും കൂടെ കൊണ്ടുവരിക. മൂന്നാമത് വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. അതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ മറ്റേ സ്റ്റേയിങ് ടുഗദറും മറ്റേ ഹോമോസെക്ഷുവാലിറ്റിനെ പറ്റിയിട്ടുള്ള കാതൽ സിനിമയൊക്കെ വരണം. മനസ്സിലായാലേ? കാതൽ സിനിമയിൽ അനുകൂലിച്ചാൽ പറഞ്ഞു കേട്ടോ, നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞൂടാ. ആ സിനിമയിൽ ഹോമോസെക്ഷുവാലിറ്റീനെ അനുകൂലിച്ചിട്ടാണ് പറയുന്നത്.